ഇന്ന് നമ്മൾ സർക്കിൾസ് അല്ലെങ്കിൽ വൃത്തങ്ങൾ എന്നുള്ള ചാപ്റ്ററിലെ പേജ് 55-ലെ 7ഉം 8ഉം പ്രോബ്ലംസ് ആണ് കാണാനായിട്ട് പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യം. ഇൻ ദ പിക്ചർ AB and CD are mutually perpendicular chords of the circle. Prove that the arc APC and BQD joined together would make half the circle. ചിത്രത്തിൽ AB, CD ഇവ പരസ്പരം ലംബമായ ഞാണുകളാണ്. APC, BQD എന്നീ ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ വൃത്തത്തിൻ്റെ പകുതിയാകും എന്ന് തെളിയിക്കുക. ഇതാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്ന പിക്ചർ. ഇതിൽ AB എന്നുള്ള കോഡും അതുപോലെ തന്നെ CD എന്നുള്ള കോഡും, ഈ രണ്ട് കോഡുകളും കൂടെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് മീറ്റ് ചെയ്തേക്കുന്നത്. അതായത് AB എന്നുള്ള ഞാണും CD എന്നുള്ള ഞാണും പരസ്പരം ലംബമാണ്. നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത് APC എന്നുള്ള ഈ ചാപം, ഈ ആർക്കും ഈ ചെറിയ ആർക്കും അതുപോലെ തന്നെ BQD എന്നുള്ള ഈ വലിയ ആർക്കും, വലിയ ചാപവും കൂടെ ചേർത്ത് വെച്ചാൽ നമുക്ക് വൃത്തത്തിൻ്റെ പകുതിയാകും എന്ന് തെളിയിക്കുക. അതായത് ഒരു സെമി സർക്കിൾ നമുക്ക് കിട്ടും എന്ന് നമ്മൾ തെളിയിക്കണം. അപ്പോൾ നമുക്കറിയാം, നമ്മളിവിടെ ഇത് ചേർത്ത് വെച്ച് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളിവിടെ സെൻട്രൽ ആംഗിൾ വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം നമുക്കറിയാം ഒരു വൃത്തത്തിൻ്റെ മുഴുവനായിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പോൾ സെമി സർക്കിളിൻ്റെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 180 ഡിഗ്രി, അത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ APC എന്നുള്ള ഈ ആർക്ക് സെൻട്രലിൽ ഫോം ചെയ്യുന്ന ആംഗിളും അതുപോലെ തന്നെ BQD എന്നുള്ള ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും കൂടെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് 180 ഡിഗ്രി കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ രണ്ട് ചാപങ്ങളും ചേർത്ത് വെച്ചാൽ വൃത്തത്തിൻ്റെ പകുതിയാകും എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ APC എന്നുള്ള ഈ ചെറിയ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിന് X എന്ന് കൊടുത്തു, X ഡിഗ്രി എന്ന് കൊടുത്തു. അതുപോലെ തന്നെ BQD എന്നുള്ള ഈ വലിയ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ നമ്മൾ Y ഡിഗ്രി എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ ഇനി പ്രൂവ് ചെയ്യേണ്ട X + Y = 180 ഡിഗ്രി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം നമുക്ക് 180 ഡിഗ്രി കിട്ടുമെന്ന് നമ്മൾ തെളിയിച്ചാൽ മതി. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയേക്കുന്ന. ആംഗിൾ AOCക്ക് നമ്മൾ X ഡിഗ്രി എന്ന് കൊടുത്തു, BOD എന്നുള്ളതിന് Y ഡിഗ്രി എന്ന് കൊടുത്തു. നമുക്ക് ഇനി X ഡിഗ്രി + Y ഡിഗ്രി = 180 ഡിഗ്രി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഈ Aയും Dയും തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ AD എന്നുള്ളത് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യുമ്പം ഇതുപോലെ നമുക്ക് പിക്ചർ കിട്ടും. Aയും Dയും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അപ്പോൾ ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും APC എന്നുള്ള ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ X ആണ്. അങ്ങനെയാണെങ്കിൽ ഈ APC എന്നുള്ള ആർക്ക് അതിൻ്റെ എതിർവശത്തുള്ള അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൽ ഫോം ചെയ്യുന്ന ഇവിടുത്തെ ഈ ആംഗിൾ എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. ഇവിടെ X ആയതുകൊണ്ട് ഇവിടെ X/2 ഡിഗ്രി എന്ന് കിട്ടും. അതുപോലെ തന്നെ BQD എന്നുള്ള ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് Y ഡിഗ്രി. അപ്പോൾ അതിൻ്റെ എതിർവശത്ത് ഫോം ചെയ്യുന്ന ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയായിരിക്കും, ഇറ്റ് ഈസ് Y/2 ഡിഗ്രി. അപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്ന രണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ഒന്ന് ഇതാണ് ADC അല്ലെങ്കിൽ ADE എന്നുള്ള ഈ ആംഗിൾ X/2 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ BAD അല്ലെങ്കിൽ EAD രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് Y/2 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു ട്രയാങ്കിൾ നമുക്ക് ഫോം ചെയ്യുന്ന കാണാൻ പറ്റും. AED എന്നുള്ള അതാണ് ഇവിടെ എടുത്ത് കാണിച്ചേക്കുന്നത്. AED എന്നുള്ള ട്രയാങ്കിൾ, അതിലിവിടെ വരുന്ന ആംഗിളാണ് X/2 ഡിഗ്രി, ഇവിടെ വരുന്ന ആംഗിൾ Y/2 ഡിഗ്രി. പിന്നെ ഇവിടുത്തെ ആംഗിൾ നമുക്കറിയാം ഇറ്റ് ഈസ് 90 ഡിഗ്രി. കാരണം ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ കോഡ്സ് ആണ്, പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ 90 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇനി ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയേക്കുന്ന ഈ ട്രയാങ്കിൾ എന്ന് പറയുന്ന, അപ്പം ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ADE എന്നുള്ള ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഈ ആംഗിളും കൂടെ കൂട്ടുമ്പം നമുക്ക് 90 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. ഇത് 90 അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90 ഡിഗ്രി ആയാലേ നമുക്ക് 180 ഡിഗ്രി കിട്ടത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള രണ്ട് ആംഗിൾസും കൂടെ കൂട്ടുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് ഇവിടുത്തെ കേസ് നോക്കുവാണെങ്കിൽ S/2 + Y/2 = നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം ഹിയർ ആംഗിൾ ADE + ആംഗിൾ DA = 90 ഡിഗ്രി. സിൻസ് ട്രയാങ്കിൾ ADE ഈസ് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് അത് രണ്ട് ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 90 ഡിഗ്രി കിട്ടും. അതായത് X/2 + Y/2 = 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ
സെയിം ആണ്. അപ്പോൾ നമുക്കിതിനെ ന്യൂമറേറ്ററിനെ അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 ഇൻറ്റു 90 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പം എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എക്സ് ഡിഗ്രിയും വൈ ഡിഗ്രിയും കൂടെ കൂട്ടുമ്പം 180 ഡിഗ്രി കിട്ടുമെന്നായിരുന്നു നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ അത് നമ്മളിവിടെ തെളിയിച്ചിട്ടുണ്ട്. Therefore the arc APC and BQD together make half the circle. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ചാപങ്ങൾ APCയും BQD എന്നുള്ള ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ വൃത്തത്തിൻ്റെ പകുതിയാകും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കിതിൻ്റെ 8ാമത്തെ പ്രോബ്ലം നോക്കാം. പേജ് 55-ലെ 8ാമത്തെ പ്രോബ്ലം. In the picture, A, B, C, D are points on a circle centered at O. The lines AC and BD are extended to meet at P. The lines AD and BC intersect at Q. Prove that the angle which the small arc makes at O is the sum of the angles it makes at P and Q. ചിത്രത്തിൽ A, B, C, D എന്നീ ബിന്ദുക്കൾ O കേന്ദ്രമായ വൃത്തത്തിലാണ്. AC, BD എന്നീ വരകൾ നീട്ടിയത് Pയിൽ കൂട്ടിമുട്ടുന്നു. AD, BC എന്നീ വരകൾ Qവിൽ മുറിച്ചു കടക്കുന്നു. AB എന്ന ചെറിയ ചാപം Oയിലുണ്ടാക്കുന്ന കോൺ Pയിലും Qവിലും ഉണ്ടാക്കുന്ന കോണുകളുടെ തുകയാണെന്ന് തെളിയിക്കുക. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ A, B, C, D എന്നീ ബിന്ദുക്കൾ O കേന്ദ്രമായിട്ടുള്ള വൃത്തത്തിലാണെന്ന് കാണാനായിട്ട് സാധിക്കും. A, B, C, D എന്നുള്ള ഈ 4 പോയിന്റുകളും വൃത്തകേന്ദ്രം O ആയിട്ടുള്ള ഈ വൃത്തത്തിലാണെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ AC അതുപോലെ തന്നെ BD എന്നീ വരകൾ നമ്മൾ നീട്ടി വരച്ച് P എന്നുള്ള പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട്. ACയും BDയും നീട്ടി വരയ്ക്കുമ്പോൾ ഇത് P എന്നുള്ള പോയിന്റിലാണ് കൂട്ടിമുട്ടുന്നത്. അതുപോലെ തന്നെ AD, BC എന്നീ വരകൾ Qവിൽ മുറിച്ചു കിടക്കുന്നു. അതായത് Qവിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ADയും BC എന്നുള്ളത് Q എന്നുള്ള പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് പോവുകയാണ്. AB എന്ന ചെറിയ ചാപം Oയിലുണ്ടാക്കുന്ന കോൺ ഇതാണ് AB എന്നുള്ള ഈ ചാപം Oയിലുണ്ടാക്കുന്ന കോൺ എന്ന് പറയുമ്പം ഇതാണ് വരുന്നത് ഈ കോൺ എന്ന് പറയുന്നത് Pയിലും Qയിലും ഉണ്ടാക്കുന്ന കോണുകളുടെ തുകയാണെന്ന് തെളിയിക്കുക. അപ്പം ഈ AB എന്നുള്ള ചാപം Qവിലുണ്ടാക്കുന്ന കോണിനോടും ഈ AB എന്നുള്ള ചാപം Pയിലുണ്ടാക്കുന്ന കോണിൻ്റെയും തുകയോട് തുല്യമാണ് ഇതെന്ന് നമ്മൾ കാണിക്കണം. അതായത് ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും കൂടെ കൂട്ടുമ്പം നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ കിട്ടും എന്നാണ് തെളിയിക്കേണ്ടത്. അതായത് നമുക്ക് തെളിയിക്കേണ്ട ആംഗിൾസ് നോക്കാം. ഈ പിക്ചറിൽ നോക്കുക. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളും കൂടെ കൂട്ടുന്നതിനോട് തുല്യമായിരിക്കണം. അതായത് ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ AQB പ്ലസ് ആംഗിൾ APB ഈ 2 ആംഗിളും കൂടെ കൂട്ടുന്നതിനോട് തുല്യമായിരിക്കണം ഇവിടെ വരുന്ന ആംഗിൾ. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ AQB പ്ലസ് ആംഗിൾ APB. അതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ ഈ AOB എന്നുള്ളതിന് X ഡിഗ്രി എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കിവിടെ CD എന്നുള്ളതും നമ്മുടെ ഈ വൃത്തത്തിലുള്ള 2 പോയിൻറ്റ്സ് ആണ്. അത് നമ്മൾ സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. CD എന്നുള്ളത് സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് നമ്മൾ Y ഡിഗ്രി ആണെന്ന് എടുക്കുക. COD എന്നുള്ളത് നമുക്ക് Y ഡിഗ്രി ആണെന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് X ഡിഗ്രിയും ഇത് Y ഡിഗ്രിയും. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പം നമ്മളിവിടെ X ഡിഗ്രി എന്ന് എടുത്തു, ഇത് Y ഡിഗ്രി എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇവിടെ X ഡിഗ്രി ആണെങ്കിൽ, അതായത് AOB എന്നുള്ളത് X ഡിഗ്രി ആണെങ്കിൽ ഈ AB എന്നുള്ള ഈ കോഡ് അതിൻ്റെ എതിർവശത്തുള്ള ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിൾ, ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് ACBയും അതുപോലെ തന്നെ ADBയും. അത് രണ്ടും എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. അതുപോലെ തന്നെ CD എന്നുള്ള ഈ ആർക്ക് സെൻട്രൽ ആംഗിൾ Y ആണെങ്കിൽ, CD എന്നുള്ള ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ Y ആണെങ്കിൽ അതിൻ്റെ എതിർവശത്ത് വരുന്ന ആംഗിൾസ്, അതായത് CADയും അതുപോലെ തന്നെ CBD എന്ന് പറയുന്നതും അതിൻ്റെ പകുതിയായിരിക്കും, Y/2 ഡിഗ്രി ആയിരിക്കും.
അപ്പോൾ ഇവിടെ ACB, അതായത് ACB എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ADB എന്ന് പറയുന്നതും x/2 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ CADയും CBDയും y/2 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇത് കിട്ടുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഈ ആംഗിൾ എത്രയാണ്, ഈ ആംഗിൾ x ഡിഗ്രി എന്ന് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ആംഗിളും നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുക. അതായത് AQB എന്നുള്ള ആംഗിളും അതുപോലെ APB എന്നുള്ള ആംഗിളും നമ്മളിനി കണ്ടുപിടിക്കാനായിട്ട് പോവുക. അപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഇവിടെ വരച്ചേക്കുന്ന APB എന്നുള്ള ഈ പോയിൻറ്റ്സ് വരുന്ന രീതിയിലുള്ള ട്രയാങ്കിൾ നോക്കുക. APD, ഈ ട്രയാങ്കിളും ബിയും കൂടെ ചേർന്ന് വരുന്നത് നോക്കുക. അതാണ് ഈ വരച്ചേക്കുന്നത്. APBയും പിന്നെ ഡിയും കൂടെ ചേർന്ന് വന്നേക്കുന്നതാണ്. ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ y/2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുന്ന ആംഗിൾ x/2 ആണെന്ന് നമ്മൾ ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു തിയറം എന്ന് പറയുന്നത്, ഇപ്പം ഒരു ട്രയാങ്കിളിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഈ പിക്ചർ നോക്കുവാണെങ്കിൽ ആംഗിൾ A + ആംഗിൾ B എന്ന് പറയുന്ന ആംഗിൾ സിയോട് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ എക്സ്റ്റീരിയറിൽ ഫോം ചെയ്യുന്ന ഈ ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. ആംഗിൾ A + ആംഗിൾ B = ആംഗിൾ C എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളിനോടും ഈ ആംഗിളും കൂട്ടുന്നതിനോട് തുല്യമായിരിക്കും. അപ്പോൾ നമുക്കവിടെ എഴുതാം ആംഗിൾ ADB. ആംഗിൾ ADB = ആംഗിൾ DAP പ്ലസ് ആംഗിൾ APB. APB എന്ന് എഴുതിയാലും APD എന്ന് എഴുതിയാലും ഒന്ന് തന്നെയാണ്. നമുക്ക് പിന്നെ പ്രൂവ് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ പേര് കൊടുത്തേക്കുന്ന അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ കൊടുത്തതേ ഉള്ളൂ. രണ്ടും ഒരേ ആംഗിൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാനായിട്ട് സാധിച്ചു. x/2 എന്ന് പറയുന്നത് y/2 പ്ലസ് ഈ ആംഗിളിനോട് ഈക്വൽ ആണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമ്മൾ ഇതാണ് ഇപ്പം കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് s/2 = y/2 പ്ലസ് ആംഗിൾ APB എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ APB എന്ന് പറയുന്നത് ഈ y/2നെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പം ഇവിടെ പ്ലസ് ആയിരുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് മൈനസ് ആകും. അപ്പോൾ നമുക്കിവിടെ x/2 മൈനസ് y/2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഈ y/2നെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ x/2 മൈനസ് y/2. അപ്പോൾ ആംഗിൾ APB = നമുക്ക് x/2 മൈനസ് y/2 എന്ന് കിട്ടി. അപ്പോൾ ഓർത്തോണം, ഈ ആംഗിൾ x/2 മൈനസ് y/2. ഇനി നമ്മൾ ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതായത് AQCയും പിന്നെ Qയും Bയും ആയിട്ടുള്ള ഈ ട്രയാങ്കിൾ, അതാണ് ഇവിടെ വരച്ചേക്കുന്നത്. AQCയും ദെൻ Bയുമായിട്ട് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി നമുക്കറിയാം ഇവിടെ വന്നേക്കുന്ന ആംഗിൾ y/2 ആണ്, ഇവിടെ വന്നേക്കുന്നത് x/2 ആണ്. ഇവിടെ y/2 x/2. അപ്പോൾ നമുക്കിനി AQB എന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതനുസരിച്ച് നമുക്കറിയാം ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ AQB = ആംഗിൾ ACB പ്ലസ് ആംഗിൾ QAC = x/2 പ്ലസ് y/2. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് AQB എന്ന് പറയുന്നത് x/2 പ്ലസ് y/2. അപ്പോൾ ഓർക്കണം, ഈ ആംഗിൾ x/2 മൈനസ് y/2ഉം ഈ ആംഗിൾ x/2 പ്ലസ് y/2 എന്നും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും കൂടെ കൂട്ടാം. ഇനി നമുക്ക് ഈ തന്നേക്കുന്ന രണ്ട് ആംഗിളും കൂടെ കൂട്ടുമ്പം ഇത് കിട്ടുമെന്നാണ് നമുക്കിനി നോക്കേണ്ടത്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടാം. APB പ്ലസ് AQB = APB എന്ന് പറയുന്നത് x/2 മൈനസ് y/2 പ്ലസ് AQB എന്ന് പറയുന്നത് s/2 പ്ലസ് y/2. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും മൈനസ് y/2ഉം പ്ലസ് y/2ഉം കട്ട് ചെയ്ത് പോകും. ദെൻ നമുക്ക് ബാക്കിയുള്ളത് x/2 പ്ലസ് x/2 = x/2 പ്ലസ് x/2. ഇപ്പോൾ നമുക്കിതിനെ 2 × x/2, 2 x/2 ആണുള്ളത്. അപ്പോൾ 2 × x/2 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇതെപ്പോഴും ഓർത്തോണം, x പ്ലസ് x എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2x. അപ്പം 2 × x/2 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ 2ഉം 2ഉം കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്കിവിടെ x ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ x ഡിഗ്രി എന്ന് പറഞ്ഞത് എന്തായിരുന്നു? AOB ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് ഈ രണ്ട് ആംഗിളും കൂടെ കൂട്ടുമ്പം മൂന്നാമത്തെ ഈ ആംഗിൾ കിട്ടും എന്ന് നമുക്കിപ്പോൾ കിട്ടി. അതായത് ആംഗിൾ APB പ്ലസ് ആംഗിൾ AQB = ആംഗിൾ AOB എന്ന് കിട്ടി. ഇതായിരുന്നു നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിതിൻ്റെ ബാക്കിയായിട്ടുള്ള സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽ എന്നുള്ള പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.